നമസ്കാരം. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 6 കീമോയാണ് ആദ്യഘട്ടത്തിൽ രേണുസുധിക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. 2 കീമോകൾ പൂർത്തിയായ ശേഷം എന്നാൽ പ്രതിരോധ ശക്തി കുറവായതിനാൽ ആവശ്യകതകൾ കൂടിയ രേണുവിനെ 2ാം കീമോയ്ക്കും ഐസിയുയിൽ പ്രവേശിക്കേണ്ടി വന്നു. 7 ദിവസത്തെ ഐസിയു വാസം കഴിഞ്ഞ് 8ാം ദിവസമാണ് രേണു വീട്ടിലേക്ക് എത്തിയത്. ഇനി 4 കീമോയ്ക്ക് ശേഷം സർജറി ഉണ്ടാകും. ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയ രേണു പുതിയ വീഡിയോകളിൽ ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മാരക രോഗങ്ങൾ വരാതിരിക്കാൻ കുട്ടിക്കാലം മുതൽ പ്രാർത്ഥിച്ച ഒരാളാണ് താനെന്ന് രേണു പറയുന്നു. പരാതിപ്പെട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടിയ മറുപടിയെക്കുറിച്ചും വീഡിയോയിൽ താരം സംസാരിച്ചിരുന്നു. കിടക്കയിൽ കിടക്കുമ്പോൾ കിടന്നു വന്ന വഴികളെ ഓർത്ത് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുമെന്നും രേണു പറയുന്നു. രേണുവിന്റെ വാക്കുകളിൽ ഇങ്ങനെയാണ് പറയുന്നത്: 5 ദിവസമായ ആശുപത്രിയിൽ ഐസിയുയിലായിരുന്നു. എല്ലാവരോടും പ്രാർത്ഥനകൾ കൊണ്ടാണ് ഞാൻ ഡിസ്ചാർജ് ആയത്. 2ാമത്തെ കീമോയാണ് കഴിഞ്ഞത്. ആദ്യത്തെ കീമോയേക്കാൾ 2ാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ അസ്വസ്ഥതകളും ക്ഷീണവും ഛർദിയും വേദനയും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചെന്നും നേർച്ച കഴിക്കുന്നുണ്ടെന്നും വഴിപാട് കഴിപ്പിക്കുന്നതെല്ലാം എനിക്കറിയാം. ഇനി 4 കീമോകൾ കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. കീമോയ്ക്ക് ശേഷം ഓപ്പറേഷനുമുണ്ട്. കുഞ്ഞിലെ മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ആർക്കും മാരക അസുഖങ്ങളൊന്നും വരുത്തരുത് എന്നാണ്. എന്നും പ്രാർത്ഥിച്ചിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു. എന്നും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ. വ്യക്തമായി തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എന്നും പ്രാർത്ഥിച്ചിരുന്ന വിഷയം തന്നെയാണിത്. വരി തെറ്റാതെ പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. കിടക്കയിൽ കിടന്ന് ഇതെല്ലാം ഞാൻ ആലോചിച്ചു. ഇങ്ങനെയൊരു അസുഖം വന്നതുകൊണ്ട് നാളെ എനിക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഒരു അസുഖത്തിൽ നിന്നും ദൈവം വിടുവിച്ചു എന്ന്. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ സത്യമാണെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ദൈവത്തിൽ നിന്നും കിട്ടിയ ഉത്തരം അതാണ്. തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നിരുന്നാലും കിടക്കയിൽ കിടന്ന് ഞാൻ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓടി നടന്ന വ്യക്തിയായിരുന്നല്ലോ ഞാൻ. സുധിച്ചേട്ടന്റെ മരണശേഷം എനിക്ക് പെട്ടെന്നൊരു കയറ്റമുണ്ടായി. എവിടെയോ പരിപാടിയൊക്കെ അവിടെയൊക്കെ ഓടി നടന്ന് ഞാൻ പരിപാടി ചെയ്തു. വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ. അത് ഒരുപാട് പേരെ വേദനിപ്പിക്കുകയും ചെയ്തു. ഓടി നടന്ന് പെട്ടെന്ന് ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഞാൻ പഴയ കാര്യങ്ങളെല്ലാം ചിന്തിച്ചത് എന്ന് തോന്നുന്നു. പിന്നെ ആലോചിച്ചു, ചിന്തിച്ചിരുന്നാൽ വിഷമം കൂടുമെന്നും അതുകൊണ്ട് അസുഖം ഭേദമായി തിരികെ വന്ന ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പിന്നെ ഋതപ്പൻ എന്നേക്കാൾ മനസ്സിന് കിട്ടിയ കുഞ്ഞാണ്. ഞാൻ ഐസിയുയിലായിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ വന്നാലും അമ്മയെ കാണണമെന്ന് അവന് അറിയാമായിരുന്നു. ഞാൻ വരുന്നില്ല, വന്നാലും അമ്മയെ കാണാൻ പറ്റില്ലല്ലോ എന്നാണ് ആശുപത്രിയിലേക്ക് വിളിച്ചപ്പോൾ മോൻ പറഞ്ഞ മറുപടിയും. ചികിത്സയ്ക്ക് ലക്ഷ്യങ്ങളായെന്ന് രേണു പറയുന്നു. അസുഖം ബാധിച്ചോടെ വിശ്രമത്തിലായതിനാൽ രേണുവിന്റെ വരുമാനവും നിലച്ചു. യൂട്യൂബ് ചാനൽ വഴി ലഭിക്കുന്ന തുകയാണ് ഏക വരുമാന മാർഗം. എന്നാൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ വീഡിയോയും കൃത്യമായ ഇടവേളയിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് രേണുവിന്റെ വേദനയും. നിങ്ങൾക്ക് രേണുസുധി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സ്.